മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ സുരക്ഷിതമായ വഴി ഒരുക്കണമെന്ന ആവശ്യം. ദേശീയപാത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ സുരക്ഷിതമായ വഴി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. നാട്ടുകാർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നറിയിച്ച് വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് അധികൃതർക്ക് തലവേദനയാകുന്നുണ്ട്. ഹൈവേ മുറിച്ചു കടക്കുവാൻ എന്തെങ്കിലും ബദൽ സംവിധാനത്തിനായി കാത്തുനിന്ന ഇവിടത്തെ ജനങ്ങളെ കരാറുകാർ വഞ്ചിച്ചതായുള്ള ആരോപണമാണ് ഉയരുന്നത്. സർക്കാർ ആശുപത്രി, ഗോവിന്ദപ്പൈ കോളേജ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി ഒട്ടേറെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന രാഖം ജംഗ്ഷനിൽ 6-വരിപ്പാതയുടെ പണി അന്തിമഘട്ടത്തിലെത്തിയെങ്കിലും ഇതുവരെയും റോഡ് മുറിച്ചു കടക്കുവാൻ ബദൽ സംവിധാനം ഒരുക്കാത്തതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. 7ാം ദിവസമായ ചൊവ്വാഴ്ച നടന്ന പ്രതിഷേധത്തിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുകയും പിന്തുണ അറിയിക്കുകയും രാഖം ജംഗ്ഷൻ പ്രദേശവാസികൾക്ക് നീതി ലഭിക്കുന്നതുവരെ സമരത്തിൽ സജീവമായി പങ്കെടുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ചൊവ്വാഴ്ചത്തെ സമരം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ റോഡ് അതോറിറ്റി ഉദ്യോഗസ്ഥരെ കാണുമെന്നും മഞ്ചേശ്വരത്ത് സുരക്ഷിതമായ റോഡ് ക്രോസിംഗ് ക്രമീകരിക്കുവാൻ ആവശ്യപ്പെടുമെന്നും MLA ഉറപ്പു നൽകി. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരക്കാരൊരു കാര്യം മനസ്സിലാക്കണം. മഞ്ചേശ്വരത്തിന് ഒരു ചരിത്രമുണ്ട്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആളുകൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മഞ്ചേശ്വരത്തെ ജനപ്രതിനിധികൾ രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ശ്രമിച്ച ഒരു പാരമ്പര്യവും സമ്പന്നമായ ഭൂതകാല ചരിത്രമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. മഞ്ചേശ്വരത്തെ ഇവിടെയുള്ള അണ്ടർപാസ് എന്ന് പറയുന്നത് മഞ്ചേശ്വരക്കാരുടെ മാത്രം ആവശ്യമല്ല. അത് നിങ്ങളുടെ മുമ്പിൽ ഉറപ്പിച്ചു പറയുന്നു. അത് ഓരോ മഞ്ചേശ്വരം മണ്ഡലക്കാരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിറ്റിയിലെ അണ്ടർപാസിന്റെ ആവശ്യം എന്നുള്ളത് നമുക്കൊക്കെ നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ ഉൾപ്പെടെ പൊതുജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് പേർ സംബന്ധിച്ചു. അബ്ദുൽ റഹ്മാൻ, ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.